ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM Triple X. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയവർക്ക് എല്ലാവർക്കും അറിയാം, അവിടെ കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് അടിച്ചാതെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അപ്പോൾ ആദ്യം ഇവിടെ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് കേട്ടോ. കടായി നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സവാള ഉണ്ടല്ലോ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. നമ്മളിത് കഴിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടണം കേട്ടോ, എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സവാള ആവുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചാനലുണ്ടല്ലോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ പുതിയ പുതിയ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. നമ്മൾ വീഡിയോസിൽ ലൈക്ക് കൂടുതലായാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് നമ്മളെ ചാനലൊന്ന് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. ഇതുപോലെ നല്ല നല്ല വിഭവങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം ചാനലൊന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സവാള നല്ലോണം ഇവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ മസാലപ്പൊടിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എരിവൊക്കെ നല്ല സ്പൈസി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി ചേർത്താൽ മതി. അപ്പോൾ നല്ലോണം മസാലപ്പൊടീൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ് കേട്ടോ. അത് കുക്കറിൽ ഒരു 4 വിസിൽ വരെ ഉപ്പിട്ട് വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. അപ്പോൾ അതുപോലെ 4 വിസിലാണ് കേട്ടോ. ഓരോ ഗ്രീൻ പീസിനും അതിനായിട്ടുള്ളൊരു വേവ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് നല്ലോണം പിടിക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കാണ്ട് 2 മിനിറ്റ് നേരം അങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രീൻ പീസിൻ്റെ മുകളിലൊക്കെ ഒരു കവറിങ് പോലെ ആയിരിക്കും നമ്മൾ മുട്ട ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുട്ട നല്ലോണം വേകുന്ന വരെ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കാണ്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ നേരം ഒന്ന് വേവിച്ചെടുക്കണ്ട കേട്ടോ. ആ ഒരു മുട്ട നല്ലോണം ഒന്ന് വെന്ത് വരുന്ന ടൈമിൽ മതി കേട്ടോ. അപ്പോൾ അത് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം മുട്ട ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലാണ് ആ മുട്ടേൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഗ്രീൻ പീസിലേക്ക് നല്ലോണം ഇറങ്ങി വരുള്ളൂ കേട്ടോ. അതങ്ങനെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 മുറി തക്കാളിയായിട്ട് ഞാൻ അവിടെ ചേർത്തിട്ടുള്ളത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ തക്കാളിൻ്റെ ഒന്ന് കടിക്കാനാണ് കേട്ടോ. അതുപോലെ നിങ്ങളെ കയ്യിൽ മല്ലിയില ഉണ്ടല്ലോ, മല്ലിച്ചപ്പ്, അപ്പോൾ അതുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാനതിവിടെ ചേർക്കണില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.